ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ചില്ലി ഫിഷാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഫിഷ് മാരിനേറ്റ് ചെയ്യുകയാണ്. അതിനെടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതിന് സ്വല്പം എരിവുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്ത് മീനിൽ ചേർക്കുകയാണ്. ഇനിയും ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതും ഇതിൻ്റെ മീനിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്യുക. ഇനിയും ഒരു മുട്ട ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചതാണിത്. ഇനി ഇത് നന്നായിട്ട് മീനിൽ പുരട്ടുക. മീനിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചില്ല. ഇതുപോലെ 1 ഇഞ്ച് കനത്തിലുള്ള ചെറിയ ക്യൂബായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മീൻ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് സ്വല്പ നേരത്തേക്ക് മാറ്റിവെക്കുക. ഇനിയും ഉണ്ടാക്കുന്നത് ചില്ലി സോസാണ്. ഈ ചില്ലി സോസ് നിങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. ഇത് കടയിൽ നിന്ന് വേണമെന്ന് വരിയിലും വാങ്ങിക്കാം. ഞാൻ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണയിലേക്ക് ആദ്യം ചേർക്കുന്നത് 4 ലാർജ് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇനിയും ചേർക്കുന്നത് 2 പഴുത്ത മുളക്. ഒരുപാട് എരിവുള്ള മുളകല്ല, എന്നാൽ സ്വല്പം എരിവുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന മുളകിൻ്റെ പേര് ഫ്രസ്നോ എന്നാണ്. പക്ഷേ ഇമാതിരി എരിവുള്ള ഒരു മുളകാണിത്. ഇപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഇതിൽ ചേർത്തു. 2 ടേബിൾ സ്പൂൺ എണ്ണ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. മുളക് ചേർത്തതിന് ശേഷം ഒരു 3 മിനിറ്റോളം ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ റൈസ് വിനിഗർ, 1 ടീസ്പൂൺ സസമി ഓയിൽ. ഇത് നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന നല്ലെണ്ണയല്ലിത്. ഇത് നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച എണ്ണയാണിത്. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ചില്ലി സോസ് റെഡിയായി. ഇനി ഞാൻ മീൻ വറുത്തെടുക്കുകയാണ്. ഈ സെയിം പാത്രത്തിൽ മീൻ വറുത്തെടുക്കുകയാണ്. ഇതിന് വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അതിനാവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി മീൻ വറുത്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും എണ്ണയിൽ വറുക്കുമ്പോൾ മൂത്ത് വരുമ്പോൾ അതിൻ്റെ ബബ്ലിങ് ഇച്ചിരി കുറയും. മീൻ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ കോരിയെടുക്കുകയാണ്. മീൻ മുഴുവൻ വറുത്ത് കഴിഞ്ഞു. ചില്ലി ഫിഷ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1 ടേബിൾ സ്പൂൺ സസമി ഓയിൽ. ഇനിയും ഇതിലേക്ക് 4 വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. ഇനി ചേർക്കുന്നത് ക്യാപ്സിക്കമാണ്. ഇത് ഒരു ലാർജ് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ചേർത്ത് 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം സബോള ചേർത്താൽ മതി. കാരണം ക്യാപ്സിക്കം വേകാനായിട്ട് സ്വല്പം സമയമെടുക്കും. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് ക്യാപ്സിക്കത്തിൽ സ്വല്പം ഉപ്പ് പിടിക്കും. നമ്മൾ ലാസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ക്യാപ്സിക്കത്തിൽ ഒട്ടും ഫ്ലേവർ കാണുകയില്ല. ക്യാപ്സിക്കം 2-3 മിനിറ്റ് വഴറ്റി ഇനിയും ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സബോള ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുത്തതാണ്. സബോളയാണ് ഇനിയും ചേർക്കുന്നത്. 2 എരിവുള്ള പച്ചമുളക്. ഇനി ചേർക്കുന്നത് ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ അടിഭാഗത്തുള്ള വെള്ള ഭാഗമാണ് ഇനിയും ചേർക്കുന്നത്. സബോള വഴറ്റുന്ന നേരത്തെ ഇതിൽ ചേർക്കാനുള്ള സോസും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ചില്ലി സോസിലേക്ക് 2 ടേബിൾ സ്പൂൺ കച്ചപ്പ് ചേർത്തു. ഇനി 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുകയാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ സോയ് സോസ്, 1 ടീസ്പൂൺ റൈസ് വൈൻ വിനിഗർ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത സോസ് ചേർക്കുകയാണ്. മിക്സ് ചെയ്ത പാത്രം കഴുകി ഒരു സ്വല്പം വെള്ളം ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കാണും. ഇനിയും വറുത്ത് വെച്ച മീൻ ചേർക്കുകയാണ്. മീൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇതിൽ ചേർത്തിരിക്കുന്ന എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ചേർക്കുകയാണ്. ലാസ്റ്റ് ചേർക്കുന്നത്
ഗാർണിഷ് ചെയ്യാനായിട്ട് സ്പ്രിംഗ് ഒനിയനാണ്. വളരെ ഡെലീഷ്യസ് ചില്ലി ഫിഷ് റെഡിയായി. ഇതൊരു ആപ്പിറ്റൈസറായിട്ടോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം.